അപ്പോൾ കുറേ പൂക്കൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ അത്രയും ഗംഭീരമായില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇലകളൊക്കെ ചീത്തയായപ്പോൾ കരിഞ്ഞു പോയാൽ അഡീനിയം എങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇത് എൻ്റെ മുന്നിലിരിക്കുന്ന 2 ചെടികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് പരിപാടി എന്നുള്ളത്. ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്, ഒപ്പം കുറച്ച് സന്തോഷമുണ്ട്. വിഷമം എന്താണെന്ന് വെച്ചാൽ, ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 അഡീനിയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ. ഇതെൻ്റെ ശ്രദ്ധക്കുറവുണ്ട് ഇങ്ങനെയായി മാറിയത് കേട്ടോ. ഇതൊരു 10 വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള അഡീനിയമാണ്. ഒരു 12 വർഷത്തോളം പഴക്കമുണ്ടാവും. ഇതും ഒരു 15 വർഷമായിട്ട് എൻ്റെ കൂടുതൽ അഡീനിയമാണ്. രണ്ടിലും വളരെ നല്ല പൂക്കളാണ്. എൻ്റെ ഫേവറേറ്റും കൂടിയാണ്. എൻ്റെ പല വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. ഇത് രണ്ടിൻ്റെയും പഴയ അവസ്ഥ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ മനസ്സിലാവും എന്താണ് എൻ്റെ വിഷമമെന്ന്. ഇനിയൊരു ചെറിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഈയൊരു പ്രോസസ്സിങ് അല്ലെങ്കിൽ ഇത് ഞാൻ റിക്കവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കാം. അത് നിങ്ങളെ കൂടെ കാണിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു സന്തോഷം. നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് എന്തായാലും അടീനത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി ഈ ഒരു അടീനെ നോക്കുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ നശിച്ചിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ഇത് റിക്കവർ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് പോലും വിശ്വാസമില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഗ്രാഫ്റ്റിംഗ് കണ്ടോ, ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ അടിവശം എന്തായാലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. മേളിലോട്ട് നോക്കുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ ബാധിച്ചിരിക്കുകയാണ്. ഈയിടെയാണ് നമ്മളിതിൻ്റെ പ്രൂണിങ് ചെയ്തത്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രാഞ്ചസ് ഭയങ്കര കുറവാണ്. എന്നാൽ ഇത് ഈ അടീനെ നോക്കുകയാണെങ്കിൽ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. കാരണം ഇതിൽ കുറേ ബ്രാഞ്ചസ് ഇനിയും ബാക്കിയുണ്ട്. ഇത് റൈറ്റ് ടൈമാണ്. സോ രണ്ടിൻ്റെയും റിക്കവറിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്ഡേറ്റ്സ് ഉൾപ്പെടെ ആയിരിക്കും കാണിക്കുക. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെന്താ ചെയ്യാൻ പറ്റണമെന്ന് നോക്കാം. ഞാനൊരു കത്തി കൊണ്ട് ഇതിനെ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ഫംഗൽ ഇൻഫെക്ഷൻ തന്നെ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം, അതായത് ഫംഗസ് അറ്റാക്ക്. സോ ഒന്നാമത് ഇതിൻ്റെ കോഡെക്സ് നോക്കൂ. ഒരു പ്രശ്നമില്ല, വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കോഡെക്സ് കണ്ടോ, ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് റിക്കവർ ചെയ്യാൻ ഒരു മെഡിസിൻ അപ്ലൈ ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് ഞാനിതിൻ്റെ ബ്രാഞ്ചസൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാനെടുത്തിരിക്കുന്ന കത്തി നോക്കൂ. നിങ്ങൾ സാധാരണ ബ്ലേഡ് ഉപയോഗിച്ചാൽ, സാധാ ബ്ലേഡില്ലേ, പുതിയ ബ്ലേഡ് ഉപയോഗിച്ചാൽ മതി. ഇനി പഴയ കത്തിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യുക. ഹൈഡ്രജൻ പെറോക്സൈഡോ അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഞാനിത് പഴയ കത്തി ചൂടാക്കി എടുത്താണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. സോ ഈ ബ്രാഞ്ച് ഒന്നായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റാൻ നോക്കാം കേട്ടോ. ഇത് വളരെയധികം നശിച്ചു പോയി കണ്ടോ, മൊത്തത്തിൽ നശിച്ചിരിക്കുക. എന്നാലും ഞാൻ മൊത്തം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം നമുക്ക്. കട്ട് ചെയ്തു നോക്കിക്കേ, തീരെയും പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിൽ ഈ അടിഞ്ഞപ്പോൾ ഇരിക്കുന്നത് കണ്ടോ. സോ നമുക്ക് എന്നാലും ഇതിനെ ഒന്ന് ട്രൈ നോക്കാം, എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഇത് വലിയ പ്രശ്നം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു കണ്ടോ, അത്രയും കേട് പറ്റിയിട്ടില്ല. ഇങ്ങനെ ഒരു പച്ച നിറം കണ്ടോ, ഈ പച്ച നിറം കാണുന്നവരെ നിങ്ങൾ കട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ട് പലരും ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യുന്നൊക്കെ. അപ്പോഴൊക്കെ ഞാൻ കുറച്ച് അഹങ്കാരത്തോടെ പറഞ്ഞിരുന്നു എൻ്റെ അടിഞ്ഞത്തിന് അസുഖമൊന്നും വരില്ലെന്ന്. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനൊരു അവസ്ഥയിൽ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളൂ. എന്നതെല്ലാം പുതിയ ബ്രാഞ്ചസ് ആണ് കണ്ടോ. ഇവിടെ ശരിക്കും മുള വരണമെങ്കിൽ ഇതും കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. സോ അപ്പോൾ ഗുണം കിട്ടാൻ വേണ്ടി ഇതും കൂടി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പലരും എന്നോട് എൻ്റെ ബ്രാഞ്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തരാൻ നിവൃത്തിയില്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ആൻറ്റി ഫംഗൽ പൗഡറാണ്. ഈ ആൻറ്റി ഫംഗൽ പൗഡർ മിക്കവാറും എല്ലാ ഫെർട്ടിലൈസർ ഷോപ്പിലും വാങ്ങാൻ കിട്ടും. ആൻറ്റി ഫംഗൽ എന്നോ ഫംഗിസൈഡെന്നോ ചോദിച്ചാൽ മതി. എനിക്കിപ്പോൾ ഈ ഒരു ബ്രാൻഡാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് ബ്രാൻഡുകൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കിട്ടുന്ന അതിൽ മേടിക്കാം. സോ ആൻറ്റി ഫംഗൽ പൗഡർ എടുത്തിട്ട് ഞാൻ ഇതിന് അല്പം വെള്ളം ചേർത്തിട്ട് പേസ്റ്റാക്കി മാറ്റുകയാണ് കേട്ടോ. സോ എന്നിട്ട് ഈ മുറിവ് എന്ന ഭാഗത്തൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനിയും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. സോ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും ഞാൻ അപ്ലൈ ചെയ്യുവാണ്. സോ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ആൻറ്റി ഫംഗലിൻ്റെ തന്നെ സ്പ്രേ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോഡക്സിൽ അല്ലെങ്കിൽ സ്റ്റെമ്മിൽ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇനി ഇതേ സൊല്യൂഷൻ തന്നെ ഈ പ്ലാന്റ്സിന് മൊത്തം ഞാൻ എൻ്റെ സ്റ്റെമ്മിലും ലീഫിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതൊരു ചെറിയ മഞ്ഞ നിറമൊക്കെ ഇപ്പോൾ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ ഇഫക്റ്റീവാണ് ഈ ആൻറ്റി ഫംഗൽ സ്പ്രേ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ. എല്ലാത്തിലും ചെയ്ത് കൊടുക്കുക ഇതുപോലെ. സോ അത് ഞാൻ പിന്നെ ചെയ്തോളാം. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് ആൻറ്റി ഫംഗൽ കിട്ടുന്നില്ല എങ്കിൽ സിനമൺ സ്റ്റിക്കില്ലേ, നമ്മുടെ കറുവപ്പട്ട എന്ന് പറഞ്ഞ സാധനം, അതിൻ്റെ പൗഡർ അത് പൊടിച്ചിട്ട് ആൻറ്റി ഫംഗലായിട്ട് ഉപയോഗിക്കാം. ഹായ്, വെൽക്കം ബാക്ക്. നമ്മുടെ അഡീനിയത്തിൻ്റെ റിക്കവറി ഇന്ന് ഞാൻ ചെയ്തു വെച്ചിട്ട് 15 ദിവസമായി കേട്ടോ. 15 ദിവസമാകുമ്പോഴും എനിക്ക് ശരിക്കും സങ്കടം തന്നെയാണ്. കാരണം നോക്കിയോ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു തീരെയും പ്രതീക്ഷയില്ലാത്ത ഒരെണ്ണമുണ്ട്, അത് ഫുൾ ഉണങ്ങിപ്പോയി. കണ്ടോ, കാരണം ഇത് കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളിതിൻ്റെ അപ്ലൈ ചെയ്തത് ആൻറ്റി ഫംഗൽ. പക്ഷേ ഇത് വേറെ ഒന്നും ഒരു കേടും പറ്റിയിട്ടില്ല, വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ഇവിടെ വെച്ചാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്, ഗ്രാഫ്റ്റിൻ്റെ മേഖലയിൽ ഫുള്ള് പോയി. അതേസമയം മറ്റൊരെണ്ണം ഞാൻ കാണിച്ചു, കണ്ടോ, അത് റിക്കവറായി വന്നിട്ടുണ്ട്. ബട്ട് അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് 2 ബ്രാഞ്ച് ഞാൻ കട്ട് ചെയ്തത് കുറച്ച് ഹൈറ്റിലായിപ്പോയി. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒന്നും കൂടെ കട്ട് ചെയ്യണം. ഇത് സംഭവിക്കുന്നതാണ് നോർമലി നമ്മൾ ചെയ്യുമ്പോൾ, ആര് ചെയ്യുമ്പോഴും സംഭവിക്കുന്ന കാരണമാണ്. എനിക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ഇതെല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് കാണിക്കാം. പക്ഷേ ഇത് സംഭവിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഞാൻ ഒന്നും കൂടെ കാണിക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും റിക്കവറായി, പ്രശ്നമൊന്നുമില്ല. കുറേ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് 15 ഡേയ്സ് കൊണ്ട്. 1 2 3 4 5 6 7 ബ്രാഞ്ചസ് ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്. ബാക്കി നോക്കിക്കുക, ബാക്കി എൻ്റെ അടിയത്തിന് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. ഞാൻ അന്ന് ചെയ്ത പോലെ കുറച്ച് ആൻറ്റി ഫംഗൽ എല്ലാത്തിലും സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നിനും ഒരു പ്രശ്നവും വന്നിട്ടില്ല. ആകെ പ്രശ്നം എനിക്ക് 2 മാത്രമാണ്. അപ്പോൾ ഇതിൽ ഞാനിനി ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ, ഇതിന് വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഈ ഗ്രാഫ്റ്റ് വന്ന ഭാഗം വെച്ച് മാത്രമാണ് കരിഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിനെ ഒരു മൾട്ടി കളർ ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ തന്നെ ഒരു 4 എണ്ണം എടുത്തിട്ട് 4 കളറിൽ ഇതിൻ്റെ പുറത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഈ ഗ്രാഫ്റ്റിംഗ് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. സോ ഇതിൻ്റെ ബാക്കി കട്ടിങ് കൂടി ഞാൻ കാണിക്കാം നിങ്ങളെ. കുറച്ച് താഴെ തന്നെ കട്ട് ചെയ്യാൻ പോവാം, ഞാൻ കൺഫ്യൂഷൻ വേണമല്ലോ. യെസ്, അപ്പോൾ ഞാനിത് വേറൊരു ബ്രാൻഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. അന്ന് വാങ്ങി എനിക്ക് അത്ര ശരിയായും തോന്നിയില്ല. അത്യാവശ്യം നല്ല ബ്രാൻഡാണ് ഈ സാഫ് എന്ന് പറഞ്ഞത് കേട്ടോ. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം ഇതാണ്. അന്ന് കിട്ടാത്തത് കൊണ്ടാണ് ബ്രാൻഡൊന്ന് മാറ്റി വാങ്ങി. സോ ഈ ആൻറ്റി ഫംഗലിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാനോട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ എൻ്റെ അഡീനിയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കണ്ട ലാസ്റ്റ് ഒരു 20 ഡേയ്സ് വീണ്ടും കഴിഞ്ഞു. കണ്ടോ, നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത 2 ബ്രാഞ്ച് രണ്ടിലും ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ദേ ഇവിടെ ശരിക്ക് ദേ പൂക്കളിൽ നിന്ന് വരാൻ തുടങ്ങി. സോ അഡീനിയം റിക്കവറിയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ദേ അതിനൊപ്പം നമ്മൾ തുടക്കത്തിൽ 2 ചട്ടിയിൽ അഡീനിയം വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത്. ഒരെണ്ണം ഫുള്ളി കരിഞ്ഞ സ്റ്റേജിൽ ദേ ഞാനതിൽ പറഞ്ഞു ഞാനത് തോറ്റു കൊടുക്കാൻ തയ്യാറല്ല, ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകാമെന്ന്. അതും 100% സക്സസ് ആണ്. കണ്ടോ, അറ്റ് എ ടൈം 4 കളേഴ്സ് അതിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ്റ്റിംഗ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. തൽക്കാലം നമുക്കിത്, അപ്പോൾ ഒരു കേടായിപ്പോയ അഡീനിയം എങ്ങനെ റിക്കവർ ചെയ്യാം എന്നെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇതിന് കോഡക്സ് കേടൊന്നുമില്ല, ബ്രാഞ്ചിൽ മാത്രമേ കേട് വന്നിരുന്നത്. ഹായ്, അപ്പോൾ ഇതൊരു മറ്റൊരു സന്തോഷം കൂടെ. കണ്ടോ, എൻ്റെ അഡീനിയം നന്നായിട്ട് പൂത്തിട്ടുണ്ട്. സോ വളരെ ഹാപ്പിയാണ് ഞാൻ. കണ്ടോ, നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത 2 ബ്രാഞ്ച് ഉണ്ട്, അതിലും ദേ മുട്ട് വന്ന് വിരിയാറായിട്ട് നിൽപ്പുണ്ട്. കണ്ടോ, അപ്പോൾ കുറേ പൂക്കൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ അത്രയും ഗംഭീരമായില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇലകളൊക്കെ ചീത്തയായപ്പോൾ കരിഞ്ഞു പോയാൽ അഡീനിയം എങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. സോ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.